അഗ്നിശമന സേന ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. കാര്യം തുടക്ക സമയത്ത് ഒരു വ്യക്തി ഒരു മണ്ണിനടിയിൽ ഉൾപ്പെടുകയും അദ്ദേഹത്തിൻ്റെ കൈ മാത്രം പുറത്തേക്ക് വന്ന് നിൽക്കുകയും ചെയ്ത് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയ ഒരു പ്രദേശമുണ്ടായിരുന്നു. ആ പ്രദേശത്ത് അതിനുശേഷം വലിയ രീതിയിലുള്ള പരിശോധന നടത്തിയില്ല. ഏതാണ്ട് കഴുത്തറ്റം ആഴത്തിൽ താഴ്ചയിൽ ചെളി മൂടിക്കിടന്ന ഒരു പ്രദേശമാണ്. അവിടേക്കാണ് ഇന്ന് ആദ്യമായി ഫയർഫോഴ്സിൻ്റെ ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്ക് നടത്താൻ പോകുന്നത്. സർ, എന്താണ് നമ്മൾ ഇന്നത്തെ ഒരു ദൗത്യം? നമ്മളവിടെ തുടക്കത്തിലെ ഒരാളെ അവിടെ നിന്ന് കണ്ടുകെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം ഇതിലേക്ക് അവിടെ തിരച്ചിൽ നടത്തിയിട്ടില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഉദ്യമം നമ്മൾ അവിടേക്കാണ് പോകുന്നത്. അവിടെ അറിയാൻ കഴിഞ്ഞത് ഒരാൾ പൊക്കത്തോളം ചെളിയുണ്ട് എന്നാണ്. എങ്കിലും നമ്മൾ ഹിറ്റാച്ചി പോലുള്ള ഉപകരണങ്ങൾ വെച്ചിട്ട് നമ്മുടെ പരിശോധന നടത്താനാണ് നമ്മുടെ തീരുമാനം. അതിൻ്റെ ഭാഗമായിട്ട് വേണ്ടി നമ്മളിപ്പോൾ അങ്ങോട്ട് പോകുന്നത്. ആ പ്രദേശത്ത് നിന്ന് ഒരാളെ കണ്ടെത്തിയല്ലേ നമ്മളെന്ന് രണ്ടാമത്തെ ദിവസം? അതെ സാർ. ആകെ ഒരാൾ മാത്രമേ അന്നേരം കണ്ടെത്തിയിട്ടുള്ളൂ. ബാക്കി നമ്മൾ കണ്ടെത്താനുള്ള ശ്രമത്തിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. നമ്മുടെ എത്ര സംഘമാണ് പോകുന്നത്? നമ്മളിപ്പോൾ ഒരു 48 പേരെ അടങ്ങുന്ന ഫയർഫോഴ്സിൻ്റെ സംഘമാണ് ഇപ്പോൾ അങ്ങോട്ട് മൂവ് ചെയ്യുന്നത്. പൂജ, അവർ സജീവമായി തന്നെ ദിവസങ്ങളായി ഈ രക്ഷാപ്രവർത്തനത്തിലുള്ള ആൾക്കാരാണ് നമ്മുടെ അഗ്നിശമന സേന ഉദ്യോഗസ്ഥർ. അവർ നേരത്തെ ഒരു വ്യക്തിയെ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ കണ്ടെത്താൻ ഒരു കൈ മാത്രം മുകളിലേക്ക് നിന്ന ദൃശ്യമൊക്കെ നമ്മൾ കണ്ടതാണ്. ആ വ്യക്തിയെ കണ്ടെത്തി അവരെ മുകളിലേക്ക് എത്തിച്ചത് ഈ അഗ്നിശമന സേന ഉദ്യോഗസ്ഥരാണ്. ആ ഉദ്യോഗസ്ഥർ ആ പ്രദേശത്ത് പിന്നീട് പരിശോധന നടത്താൻ സാധിച്ചിരുന്നില്ല. കാര്യം അവിടുത്തെ ഒരു കാലാവസ്ഥാ പ്രശ്നം, അപ്പം തന്നെ ചെളി മൂടിക്കിടക്കുന്ന ഒരു പ്രശ്നമൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ആ പ്രദേശത്ത് വലിയ മണ്ണുമാന്തി എത്തിച്ച് ആ ചെളി മാറ്റി അവിടെ പരിശോധന നടത്താനുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതിനുവേണ്ടിയുള്ള ആൾക്കാർ സജ്ജമായിരിക്കുന്നു. അവർ അങ്ങോട്ട് ഉള്ള യാത്രയിലാണ്. അവർക്കൊപ്പമാണ് ഞാനും സഞ്ചരിക്കുന്നത്. ശരി, കമലാണ് അവിടെ നിന്നും വിവരങ്ങൾ നൽകിയത്. മുണ്ടക്കയിലെ റെസ്ക്യൂ ടീമിലെ കുറച്ച് അംഗങ്ങളാണ് നമ്മളോട് സംസാരിച്ചത്.